കുഞ്ഞികൃഷ്ണൻ ഒരു വ്യക്തിയാണ്. കുഞ്ഞികൃഷ്ണനെ പോലുള്ള നിരവധി വ്യക്തികൾ ചേരുന്നതാണ് പാർട്ടിയുടെ വിവിധ കമ്മിറ്റികൾ. പാർട്ടിയുടെ ഒരു രീതി, സംഘടനാപരമായിട്ടുള്ള രീതി, പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിനോടൊപ്പമല്ലാതെ പാർട്ടിയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളനുസരിച്ച് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. കുഞ്ഞികൃഷ്ണൻ സ്വീകരിച്ച സമീപനം എന്താ? ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും കള്ളന്മാർ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പാർട്ടി ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ച കാര്യമാണ് അതിൽ എല്ലാം അടങ്ങിയത്. ഒരു ഫണ്ട് തട്ടിപ്പും ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായ ഒരാൾ റിസീറ്റ് അച്ചടിക്കുക, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് റിസീറ്റ് അച്ചടിക്കുന്നത്, വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നത്. അതെല്ലാം ഞങ്ങൾ വിശദമായി തെരഞ്ഞെടുപ്പിൻ്റെ വരവ് ചെലവ് കണക്ക് പരിശോധിച്ചതാണ്. അതിലൊരു ധനാപകരണം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ വരവ് ചെലവ് കണക്കാകട്ടെ യഥാസമയം ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. കെട്ടിട നിർമ്മാണമടക്കമുള്ളതിൻ്റെ വരവ് ചെലവ് കണക്ക് യഥാസമയം അവതരിപ്പിക്കുന്നതിലാണ് പോരായ്മയുണ്ടായത്. ഓക്കെ, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എൻ്റെ പേരിൽ നടപടി എടുത്തേക്കും, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് വ്യക്തിയും പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം പരസ്യമായി നിലപാട് സ്വീകരിച്ചിട്ടും പാർട്ടി അത് കൂട്ടായി ചർച്ച ചെയ്തിട്ടാണ് നിലപാട് സ്വീകരിക്കുക. പാർട്ടി അത് കൂട്ടായി ചർച്ച ചെയ്ത് കണ്ണൂർ ജില്ലാ പാർട്ടി തീരുമാനമെടുക്കും. അത് അന്ന് എടുത്തല്ലോ. അന്ന് തന്നെ മാധ്യമങ്ങളോട് ഞാനാ പറഞ്ഞത്. അന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഇതിൽ വീഴ്ച വരുമ്പോൾ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്ന 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണ് അന്ന് ചെയ്തത്.